നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 251 251. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 15 ശ്ലോകം 25. യശ്ച വ്രജന്ത്യ നിമിഷാം വൃഷഭാനുവൃത്യാ ദൂരേഹമാഹ്യുപരി ന സ്പൃഹണീയശീലാം ഭർത്തുർമിത സുയശസ കഥനാനുരാഗവൈക്ലഭ്യ ബാഷ്പകലയാ പുളകീകൃതാംഗ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയണത്, ദേവന്മാരുടെ ഋഷഭൻ്റെ അനുവൃത്തി നിമിത്തം അഹങ്കാരത്തിൽ നിന്ന് വേറിട്ടവരും ഞങ്ങളുടെ ഉപരിസ്ഥാനത്തെ, ഞങ്ങളുടെ മേലുള്ള സ്ഥാനത്തെ ആഗ്രഹിക്കുന്ന സ്വഭാവമുള്ളവരും സ്വാമിയുടെ ശോഭനമായ യശസ്സിൻ്റെ അന്യോന്യം കഥാനുരാഗ യശസ്സിൻ്റെ അന്യോന്യം കഥനത്തിൽ അനുരാഗം നിമിത്തം പരവശതയും അതിനിമിത്തമുണ്ടാകുന്ന ബാഷ്പത്തിൻ്റെ തുള്ളിയോടും കൂടെ പുളകത്തോടുകൂടിയ അംഗമുള്ളവരും യാതൊന്നിനെ പ്രാപിക്കുന്നു. അതായത് ഈശ്വര ലീലകളെ കീർത്തനം ചെയ്യുമ്പോൾ അറിയാതെ കണ്ട് ഗദ്ഗരം വരിക, ശരീരം വറയ്ക്കുക, സന്തോഷാശ്രുക്കൾ പൊഴിക്കുക, എവിടെയാണ് എന്താണെന്ന് അറിയാത്തൊരവസ്ഥ വരിക. അതാണ് ഭക്തിയുടെ പ്രഥമ ലക്ഷണങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, പിന്നെ യാതൊന്നിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറയുന്നത്. ഭഗവത് ഭജനത്തിൽ വിമുഖന്മാരായിരിക്കുന്നവർക്ക് വൈകുണ്ഠഗമനം അപ്രാപ്യമാണ്, സാധ്യമല്ലെന്ന് കാണിച്ച ശേഷം ഭഗവത് ഭക്തന്മാർ മാത്രം ആ ലോകത്തിൽ പ്രവേശിക്കുന്നുവെന്ന് ഉറപ്പിക്കുന്നു. അതാണ് ഇതിൻ്റെ സീരിയസ് ആയിട്ട്. അല്ലാണ്ട് 5000 10,000 ചീഫ് പ്രീസ്റ്റിനോ തന്ത്രിക്കോ ദക്ഷിണ കൊടുത്തത് കൊണ്ട് ആയില്ല. ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയട്ടോ, എനിക്കിതിൽ ദർ ഇസ് നോ ഗെയിൻ. ഓഫ് കോഴ്സ് സത്യം പറഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടത്ര കാശ് കണക്ക് പറയാണ്ട് കൊടുക്കാത്ത ആൾക്കാർ മഹാക്ഷേത്രങ്ങളിൽ തന്ത്രിമാർക്കും ചീഫ് പ്രീസ്റ്റിനൊക്കെ വാരി കോരി കൊടുക്കും. അവരുടെ ഒപ്പം സെൽഫിയൊക്കെ എടുക്കും. അച്ഛൻ്റെ ഒപ്പം സെൽഫി എടുത്തിടാൻ അവർക്ക് മനസ്സ് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ദേവന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാന്റെ കഥാശ്രവണാദികളെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക നിമിത്തം അഹങ്കാരഗ്രന്ഥിയിൽ നിന്ന് വേറിട്ടവരും, അവർക്ക് അഹങ്കാരമില്ല, ഞങ്ങളുടെ സ്ഥാനത്തിൽ നിന്നും ഉയർന്നിരിക്കുന്നതായ ആ സ്ഥാനത്തെ ആഗ്രഹിക്കുന്ന സ്വഭാവത്തോടു കൂടിയവരും സ്വാമിയുടെ ശോഭനമായ യശസ്സിനെ അന്യോന്യം കേൾപ്പിക്കുന്നതിനാലും കേൾപ്പിക്കുക എന്നുള്ളതൊന്ന്, കേൾക്കുക എന്നുള്ളത് വേറൊന്ന്, ഉണ്ടാകുന്ന ഭക്തിപാരവശ്യത്തിൻ്റെ ലക്ഷണമായി ഉത്ഭവിക്കുന്ന ആനന്ദബാഷ്പത്തെയും രോമാഞ്ചത്തെയും വഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഭക്തന്മാർ വൈകുണ്ഠത്തെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. 26ാമത്തെ ശ്ലോകം. തദ് വിശ്വഗുർവധികൃതം ഭുവനേകവന്ദ്യം ദിവ്യം വിചിത്രവിബുധാഗ്രവിമാനശോചി ആഭുപരാമുദമപൂർവമുപേത്യ യോഗമായാബലേന മുനയസ്തതധോ വികുണ്ഠം. അതായത് യോഗമായുടെ പ്രഭാവത്താൽ ലോകഗുരുവിനാൽ ഉത്കൃഷ്ടമായി നിർമ്മിക്കപ്പെട്ടതും
ഭുവനങ്ങളിൽ പ്രാധാന്യേന ബഹുമാനിക്കപ്പെടുന്നതും അലൗകികം, അലൗകികം എന്ന് പറഞ്ഞാൽ ഡിവൈൻ എന്നർത്ഥം, അപൂർവമായും വിചിത്രങ്ങളായും ദേവന്മാരുടെ ഉത്കൃഷ്ട വാഹനങ്ങളുമായിരിക്കുന്ന വിമാനങ്ങളുടെ ശോഭയോടുകൂടിയതുമായ ആ വൈകുണ്ഠലോകത്തെ, വികുണ്ഠം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ കുണ്ഠിതമില്ലാത്ത സ്ഥലം എന്നാണ്. അപ്പോൾ നമ്മുടെ മനസ്സാണ് വൈകുണ്ഠം, മനസ്സിൽ കുണ്ഠിതം വരാൻ പാടില്ല. അപ്പോൾ വൈകുണ്ഠലോകത്തെ പ്രാപിച്ചിട്ട് മുനികൾ പരമാനന്ദത്തെ പ്രാപിച്ചു. അപ്പോൾ ആരാണ് സ്വതസിദ്ധമായ രീതിയിൽ അവരവരുടെ ഹൃദയകമലത്തിൽ വസിക്കുന്ന ചൈതന്യത്തെ ധരിക്കുക, അല്ലെങ്കിൽ കോണ്ടംപ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ധ്യാനിക്കുക, അവർ രക്ഷപ്പെടുന്ന പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ട് ഗുരുവായൂർ നടയിൽ കയറി നിന്ന് തൊഴുതു പറഞ്ഞ് വല്ല കാര്യം നടക്കുമോ? സത്യം പറയട്ടെ, ഈ ക്യൂവിൽ നിൽക്കണവർക്ക് ഇത് അറിയില്ല. സത്യം ഇതറിഞ്ഞാൽ ഒരൊറ്റ കൂട്ടി നിൽക്കില്ല. ക്യൂവിൽ നിന്ന് തൊഴുതു പോകാമെന്നല്ലാണ്ട് കാശ് കൊടുത്തിട്ട് പ്രമോഷമുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഭഗവാന്റെ അചിന്ത്യശക്തിയാൽ ലോകങ്ങളിൽ വെച്ചും ഉത്കൃഷ്ടമായിട്ട് നിർമ്മിക്കപ്പെട്ടതും എല്ലാവരാലും പ്രാധാന്യേന ബഹുമാനിക്കപ്പെടുന്നതും ലോകങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ലാത്ത വിധത്തിൽ അപൂർവവും ദേവന്മാരുടെ വാഹനങ്ങളായ വിചിത്ര വിമാനങ്ങളിൽ നിന്ന് ജനിക്കുന്ന ശോഭ അതിശയത്തോടു കൂടിയതുമായ ആ വൈകുണ്ഠത്തെ സനകാദിമുനികൾ പ്രാപിച്ചപ്പോൾ പരമാനന്ദം അവർക്കുണ്ടായി എന്നാണ് 27ാമത്തെ ശ്ലോകം. തസ്മിന്നതീത്യമുനയ ഷഡസജ്ജമാനാഃ കക്ഷാസമാനവയസാവത സപ്തമായാം ദേവാവജക്ഷതഗൃഹീതഗതോപരാർത്ഥ്യ കേയൂരകുണ്ടലകിരീടവിടങ്കവേഷോ. അതിൽ ആസക്തിഹീനന്മാരായ മുനിമാർ 6 കക്ഷികളെ കടന്നിട്ട്, അതായത് 6 പ്രകാരങ്ങളെ കടന്നിട്ട്, പിന്നെ 7ാമത്തേതിൽ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണാകും ശിവശംഭോ എന്ന് പറഞ്ഞതേ കൽപ്പടികളല്ല, ശ്രീലകത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അവരവരുടെ ശരീരത്തിലുള്ള കുണ്ടലിനി ശക്തി മുതൽക്ക് സഹസ്രാരപത്മത്തിലുള്ള അവസ്ഥ വരെ അവിടെ കിടന്നിട്ട് ആനന്ദം അനുഭവിക്കണം. സഹസ്രാരപത്മത്തിൽ കുണ്ടലിനി ശക്തി എത്തുമ്പോഴാണ്. ഇതൊന്നും അറിയാണ്ട് ഞാൻ ആ വക്കത്ത് പോയിട്ട് വരാം, ഞാൻ ഏറ്റുമാനൂർ പോയി വരാം, അവിടെയാണ് ശിവശംഭോ ഇരിക്കണതെന്ന് പറഞ്ഞാൽ കഷ്ടായി. അപ്പോൾ 7ാമത്തേതിൽ തുല്യ വയസ്സോട് കൂടിയവരും ഗ്രഹിച്ചിരിക്കുന്ന ഗതകളോട് കൂടിയവരും ശ്രേഷ്ഠങ്ങളായ അംഗതങ്ങൾ, കുണ്ടലങ്ങൾ, കിരീടം എന്നിവയാൽ മനോഹരമായ വേഷത്തോടു കൂടിയവരുമായ 2 ദേവന്മാരെ കണ്ടു എന്നാ. അതാണ് ഈ ജയവിജയന്മാർ. സത്യത്തിൽ അവിടെ ഉള്ളവരൊക്കെ മഹാവിഷ്ണുവിനെ പോലെ തന്നെ ഇരിക്കുക. അവിടെ മൂപ്പർക്ക് പാർട്ടിസാൻ സ്പിരിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കാഡറാണ് അവിടെ. നമ്മളവിടെ അങ്ങനെയല്ല, ചിലവർക്ക് യൂണിഫോമിൽ വ്യത്യാസം, ചിലവർക്ക് സ്റ്റാറിൽ വ്യത്യാസം അല്ലേ. വൈകുണ്ഠത്തിൽ അങ്ങനെ എല്ലാവരും ശംഖചക്രഗദാപത്മത്തോട് കൂടിയിട്ട് മഞ്ഞപ്പട്ട് കൊടുത്തിട്ട് കിരീടമൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പറയണു, വൈകുണ്ഠലോകത്തിൽ 7 മതിൽ ചുറ്റുകളുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിലും ഇല്ലേ ധാതുക്കൾ, ഈ ത്വക്ക്, അങ്ങനെ മാംസം, അസ്ഥി, മജ്ജ എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ വൈകുണ്ഠലോകത്തിൽ 7 മതിൽ ചുറ്റുകളുണ്ട്. ഓരോന്നിലും അത്ഭുതജനകങ്ങളായ പല വസ്തുക്കളെയും കാണുവാനുമുണ്ട്. എന്നാൽ ഭഗവാനെ കാണുവാനുള്ള അത്യാസക്തി നിമിത്തം മറ്റു കാഴ്ചകളിൽ ഒന്നും ആഗ്രഹിക്കാതെ വേഗത്തിൽ 6 കക്ഷികളെയും കടന്നുപോയ സനകാദി മുനികൾ 7ാമത്തെ ദ്വാരത്തിൽ ഒരുപോലെ പ്രായമുള്ളവരും ദ്വാരപാലകന്മാരാണെന്ന് സൂചിപ്പിക്കുന്ന ഗദ കയ്യിൽ പിടിച്ചിരിക്കുന്നവരും അത്യന്തം ശോഭയുള്ള കുണ്ടലം, കിരീടം മുതലായ
ആഭരണങ്ങൾ നിമിത്തം അധികം മനോഹര വേഷമുള്ളവരുമായ 2 ദേവന്മാരെ കണ്ടു എന്നാണ് പറഞ്ഞത്. ഇനി 28ാമത്തെ ശ്ലോകം. മത്തത് വിരേഫവനമാലികയാ നിവീതോ വിന്യസ്തയാസിതചതുഷ്ടയ ബാഹുമധ്യേ വക്ത്രം ഭ്രുവാ കുടിലയാ സ്ഫുടനിർഗമാഭ്യാം രക്തേക്ഷണേന ജമനാഗ്രഭസം ദദാനോ. നീലനിറമുള്ള 4 കൈകളുടെ മധ്യത്തിൽ മാറിടത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന മതിച്ച വണ്ടുകളോടുകൂടിയ വനമാലയാൽ, എല്ലാവർക്കും വനമാലയാണ്, വ്യാപിക്കപ്പെട്ടവരും വളഞ്ഞിരിക്കുന്ന പുരുകത്താലും വികസിച്ചിരിക്കുന്ന നാസാപുടങ്ങളാലും ചുവന്ന നേത്രത്താലും അല്പം കോപത്തോടുകൂടിയ മുഖത്തെ ധരിച്ചവരുമായിട്ട് കണ്ടു. എന്തോ ഒരു രസല്യായ അങ്ങനെയുള്ള നീലനിറമുള്ള 4 കൈകളുടെ മധ്യേ മാറിടത്തിൽ ശോഭിക്കുന്നതും സൗരഭ്യം നിമിത്തം ചുറ്റും പറക്കുന്ന മതിച്ച വണ്ടുകളോടുകൂടിയതുമായ വനമാലയെ ധരിച്ചിരിക്കുന്ന ആ ദേവന്മാരുടെ പുരികങ്ങളുടെ വളവ് ശ്വാസങ്ങളുടെ വേഗത്തോടുകൂടിയ നിർഗമത്താൽ വികസിച്ചിരുന്ന നാസാപുടങ്ങളുടെ സ്ഥിതിയും കണ്ണുകളുടെ ചുവപ്പും ചേർന്നിരിക്കുന്ന മുഖത്തെ ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അല്പം കുപിതന്മാരാണ് ഇവരെന്ന് സനകാദികൾക്ക് തോന്നി. അപ്പോഴാണ് പിന്നെ അവരെ ശപിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടായത്. 29. ദ്വാര്യേതയോർനിവിവിശുർമിഷതോരപൃഷ്ട്വാ പൂർവായഥാ പുരടവജ്രകവാടികായാം സർവത്ര തേ അവിഷമയാ മുനയസ്വദൃഷ്ട്യാ യേ സഞ്ചരന്ത്യവിഹത വിഗതാഭിഷങ്കാം. അവർ സ്വർണവും വജ്രവും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാതിലുകളോടുകൂടിയ പൂർവകളായ ദ്വാരങ്ങളെപ്പോലെ, അതായത് കിഴക്കോട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ, ജാഗ്രതയോടെ നോക്കി നിൽക്കുന്ന ഇവരുടെ ദ്വാരത്തിലും, അതായത് വാതിലിലും ചോദിക്കാതെ കടന്നു യാതൊരു മുനികൾ വിഷമഭാവമില്ലാത്തതായ അവരുടെ ദൃഷ്ടി നിമിത്തം എല്ലാ ദിക്കിലും തടസ്സമില്ലാത്തവരും ശങ്കയില്ലാത്തവരുമായിട്ട് സഞ്ചരിക്കുന്നു. സനകാദികളുടെ 4.25 വയസ്സാണ്, 5 വയസ്സാവില്ല അവർക്ക്. എപ്പോഴും കോമണം കെട്ടിയിട്ട് കയ്യ് 2 അഞ്ജലി ബന്ധം ചെയ്തിട്ട് നാരായണ നാരായണ ഇവിടെ നടക്കുന്ന ആൾക്കാരാണ്. അവരെ കണ്ടാൽ തടയണമെന്നും തോന്നില്ല. ഇനി അങ്ങനെയുണ്ട്. പക്ഷേ ഇത് ഭഗവാന്റെ കാലപ്രചോദിത, കാലമാകുന്ന പുരുഷൻ്റെ പ്രചോദനം കൊണ്ടാണിത് ഉണ്ടായത്. കാരണം വരാഹാവതാരം വേണ്ടേ, അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. യാതൊരുത്തർ അതെ സമഭാവന നിമിത്തം യാതൊരു തടസ്സവും ശങ്കയും കൂടാതെ എങ്ങും സഞ്ചരിക്കുന്നുവോ ആ സനകാദി മുനികൾ സ്വർണം കൊണ്ടും വജ്രം കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന വാതിലുകളോടുകൂടിയ പൂർവ്വദ്വാരങ്ങൾ 6 കടന്നു വന്നതുപോലെ ഈ 7ാമത്തെ ദ്വാരത്തിലും കാവൽക്കാരായി നിൽക്കുന്ന ഈ 2 ദേവന്മാരോടും യാതൊന്നും ചോദിക്കാതെ അതിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. കടന്നു എന്നാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ പിന്നെ തടഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കടക്കാൻ ശ്രമിക്കുമ്പോൾ തടഞ്ഞു. അങ്ങനെയാണ്. 30. താൻ വീക്ഷ്യ വാദരശനാംശതുരകുമാരാൻ വൃദ്ധാൻ ദശാർദ്ധവയസോ വിദിതാത്മതത്വാൻ വേത്രേണ ച അസ്ഖലയതാമദർഹണാംസ്തോ തേജോ വിഹസ്യ ഭഗവൽ പ്രതികൂലശീലോ. ഭഗവാന്റെ ശീലത്തിന് വിപരീതമായ ശീലത്തോടു കൂടിയ, ഭഗവാന്റെ ശീലം എന്താ, വരൂ എന്നാ പറയാ, ഇവരെ നിൽക്കടോ അവിടെ എന്നാണ് പറഞ്ഞത്. അതാണ് ഭഗവാന്റെ ശീലത്തിന് എതിരഭിപ്രായമുള്ളവരെന്നർത്ഥം. ഭഗവാന്റെ ശീലത്തിന് വിപരീതമായ ശീലത്തോടു കൂടിയ ആ 2 പേർ വാദമാകുന്ന വസ്ത്രത്തോടു കൂടിയവരും, വാദമാകുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ കാറ്റെന്നാണ് അർത്ഥം വരിക. വൃദ്ധന്മാരാണെങ്കിലും 5 വയസ്സ് മാത്രം പ്രായമുള്ളവരും അറിയപ്പെട്ട ആത്മതത്വത്തോടു കൂടിയവരുമായ ആരെ, മനസ്സിലായി. ഇവരെ കണ്ടാൽ ഈ പിന്നെ എന്താ പറയുക, 4 അങ്കപ്പട
ആണല്ലോ നമ്മളിവരെ പറ്റി പറയാം, സനൽകുമാരന്മാരെ. അതാണ് പറഞ്ഞത്, വാദമാകുന്ന വസ്ത്രത്തോട് കൂടിയവരെന്ന് പറഞ്ഞാൽ വസ്ത്രമില്ല, കോണകം മാത്രമേ ഉള്ളൂ. അപ്പോൾ വൃദ്ധന്മാരാണെങ്കിലും 5 വയസ്സ് മാത്രം പ്രായമുള്ളവരും അറിയപ്പെട്ട ആത്മതത്വത്തോടു കൂടിയുള്ളവരാണ്, ആത്മതത്വം അറിയണവരാണ് അവർ. താൻ ആ 4 കുമാരന്മാരെ നോക്കിയിട്ട് പ്രഭാവത്തെ പരിഹസിച്ചിട്ട്, അവരുടെ ഭാവത്തെ പരിഹസിച്ചിട്ട്, അതിനർഹന്മാരല്ലാത്തവരാണെങ്കിലും, ഈ പരിഹാസത്തിന് അർഹത ഇല്ലാത്തവരാണ് അവരെ, കാരണം അവരെ പരിഹസിക്കാൻ പാടില്ല, ഭഗവാനെ പരിഹസിച്ച് കൂടുതലാവുന്നത്, വടികൊണ്ടും നിരോധിച്ചു. അതായത് അപ്പോൾ കയ്യിൽ ഗത ഉണ്ട് എന്ന് പറഞ്ഞതല്ല ശരി, കയ്യിൽ കുന്തണ്ടെന്ന ദ്വാരപാലകന്മാരല്ലേ, പക്ഷേ ഭഗവാന്റെ വസ്ത്രാഭരണങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ കുന്തം കൊണ്ട് നിറഞ്ഞു, അങ്ങനെയാണ് നല്ലത്. അപ്പോൾ ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായതുകൊണ്ട് വൃദ്ധന്മാരാണെങ്കിലും ആത്മാവിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞവരാകയാൽ നിത്യവും 5 വയസ്സായവരെ പോലെ ഇരിക്കുന്നവരും ദേഹാഭിമാനമില്ലാത്തതിനാൽ വസ്ത്രാച്ഛാദനത്തോടു കൂടാത്തവരുമായ ഈ 4 പേർ സനകാദികൾ സമ്മതം ചോദിക്കാതെ വാതിലിൽ കൂടെ കടന്നു പോകുന്നത് കണ്ടപ്പോൾ ഈ 2 ദേവന്മാർ, ദ്വാരപാലന്മാർ, വാക്കുകൊണ്ടും ഗത കൊണ്ടും അവരെ തടസ്സപ്പെടുത്തി. അവരുടെ നേരെ അങ്ങനെ പ്രവർത്തിപ്പാൻ പാടുള്ളതല്ല എങ്കിലും അവർക്ക് അങ്ങനെയാണ് അപ്പോൾ തോന്നിയത്. ഭക്തവത്സലനായ ഭഗവാന്റെ സ്വഭാവത്തിന് വിപരീതമായ സ്വഭാവത്തെ പാർഷദന്മാർ പ്രകാശിപ്പിച്ചതും ഭഗവത് ഇച്ഛ തന്നെയായിരിക്കാം എന്നേ വിചാരിപ്പാൻ മാർഗമുള്ളൂ. അതാണ് ശരി, അല്ലെങ്കിൽ കല്ല് കടിച്ചതായിട്ട് തോന്നും നമുക്ക്. 31 താഭ്യാം മിഷൽസു നിമിഷേഷു നിഷിധ്യമാനാഃ സ്വർഹത്തമാഹി അഭിഹരേ പ്രതിഹാരപാഭ്യാം ഊജുസുഹൃത്തമതിദൃക്ഷിത ഭംഗ ഈഷൽ കാമാനുജേന സഹസാദ ഉപപ്ലുതാക്ഷാം. ഇതാണ് ശ്ലോകം. ദേവന്മാർ നോക്കി നിൽക്കെ വിഷ്ണുവിൻ്റെ പരിപാലന്മാരായ അവരാൽ തടുക്കപ്പെട്ടവരും അത്യന്തം അർഹന്മാരായിരിക്കുന്നവരുമാണെങ്കിലും അവർ ശ്രേഷ്ഠനായ ഭഗവാന്റെ ദർശനേച്ഛയ്ക്ക് തടസ്സം നേരിട്ടപ്പോൾ പെട്ടെന്നുണ്ടായ അല്പകോപത്താൽ, ചെറിയൊരു കോപം, വ്യാപിക്കപ്പെട്ട കണ്ണുകളോട് കൂടിയിട്ട് പറഞ്ഞു, കണ്ണൊക്കെ ഒന്ന് വികസിച്ചിട്ട് പറഞ്ഞു എന്നാണ് അർത്ഥം. അതിൻ്റെ ഭാവാർത്ഥമാണ് പറയണത്. മറ്റുള്ള ദേവന്മാർ നോക്കി നിൽക്കെ ശ്രീഹരിയുടെ ദ്വാരപാലന്മാർ അത്യന്തം പൂജന്മാരായിരിക്കുന്ന സനകാദികളെ പ്രവേശിപ്പാൻ സമ്മതിക്കാതെ തടുത്തു നിർത്തിയപ്പോൾ അവരുടെ പരമപ്രേമത്തിന് വിഷയമായിരിക്കുന്ന ശ്രീ ഭഗവാനെ വേഗത്തിൽ കാണാനുണ്ടായിരുന്ന ആഗ്രഹം തടസ്സപ്പെട്ടതിനാൽ കാമാനുജനായ കോപം, കാമത്തിൻ്റെ അനുജനാണ് കോപം. കാമം നടന്നിട്ടില്ലെങ്കിൽ ഉടൻ അനിയം വന്ന് ശേഷം ചോദിക്കുന്ന കാമ, ക്രോധ, മതം, മത്സരലോഭ, ഭയ. അപ്പോൾ അല്പം അവരുടെ നേത്രങ്ങളിൽ പെട്ടെന്ന് സ്ഫുരിച്ചു. അപ്പോൾ അവർ, സംശയമൊന്നും ഉണ്ടായില്ല, ഇങ്ങനെ ശപിച്ചു, നിർത്തില്ല. അതും ഭഗവാന്റെ ഇച്ഛയാണ്. മുനയാ ഊജുഹു, മുനിമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, കോവാം ഇഹത്യൈ ഭഗവത് പരിചര്യയോശ്ചൈ സദ്ധർമ്മിണാം നിവസതാം വിഷമസ്വഭാവ തസ്മിൻ പ്രശാന്ത പുരുഷേ ഗതവിഗ്രഹേ വാം കോ വാ ആത്മവൽ കുഹകയോ പരിശങ്കനീയാം. ഇതാണ് ശ്ലോകം. ഭഗവാനെക്കുറിച്ച് ചെയ്ത ഉത്കൃഷ്ടമായ പരിചര്യ കൊണ്ട് ഇവിടെ പ്രാപിച്ചിട്ട് ഭഗവാന്റെ ധർമ്മമുള്ളവരായിട്ട് നിവസിക്കുന്നവരുടെ മധ്യത്തിൽ നിങ്ങൾ മാത്രം സമമല്ലാത്തതായ ശീലം എന്താകുന്നു? കലഹമില്ലാത്തവനും ശാന്തിയാദി ഗുണം തികഞ്ഞവനുമായ ആ ഭഗവാനിൽ കപടമുള്ളവരായ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ ശങ്കിക്കപ്പെടുവാൻ യോഗ്യൻ ആരാകുന്നു? ശങ്ക പാടില്ല എന്നർത്ഥം. ആരെയും നമ്മൾ ശങ്കിക്കരുത്. മനസ്സിലായില്ലേ? അനുഭവം ഗുരു. മുനിമാർ അതിൻ്റെ ഭാവാർത്ഥം പറയണം.
ഇത് മുതൽ 3 പദ്യം കൊണ്ട് മുനിമാർ പറഞ്ഞതിനെ വിവരിക്കുന്നു. ബഹുജന്മങ്ങളിൽ അനുഷ്ഠിച്ചതായ ഉത്കൃഷ്ട ഭഗവത് പരിചര്യരുടെ ഫലം കൊണ്ട് ഇവിടെ വരുവാൻ ഭാഗ്യം സിദ്ധിച്ചവരും. ആർക്ക്? ഈ സനകാദികൾക്ക്. സിദ്ധിച്ചവരെല്ലാം ഭഗവാനെ പോലെ ബ്രാഹ്മണ ഭക്തി സമഭാവം മുതലായ ഗുണമുള്ളവരായിരിക്കുമല്ലോ. നിങ്ങളിൽ ഈ വിഷമഭാവം എങ്ങനെ വന്നു ചേർന്നു? ആരിലും ദോഷമില്ലാതെ പരമശാന്ത്യാദി ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന ആ ഭഗവാനെ ദേഷിക്കുന്നവരായിരിക്കുന്നു. നിങ്ങൾ സ്വതേ കുടിലന്മാരായതുകൊണ്ടാണ് ഈ ശങ്ക ജനിച്ചത്. നിങ്ങൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, സർക്യൂട്ട് ബ്രേക്ക് ഉണ്ട് നിങ്ങൾക്ക്. കപട സ്വഭാവമുള്ളവർ മറ്റുള്ളവരിലും ആ സ്വഭാവം ഉണ്ടായിരിക്കുമെന്ന് ശങ്കിക്കുമല്ലോ. കക്കാൻ വന്നവർ വേറുള്ളവർ, നിങ്ങൾ കക്കാൻ വന്നവരെ ചോദിക്കുന്ന കൂട്ടത്തിലാളാ പറഞ്ഞത്, മനസ്സിലായില്ലേ? 33 നഹി അന്തരം ഭഗവതീഹ സമസ്ത കുക്ഷാ ആത്മാനമാത്മനി നഭോ നഭസീവ ധീരാം പശ്യന്തി യത്ര യുവയോ സുരലിംഗിനോ കിം വ്യുത്പാദിതം ഹ്യുദരഭേദി ഭയം യദോസ്യാം. അതായത് സമസ്തവും കുക്ഷിയിലുള്ളവനും, ആരുടെ? ഭഗവാന്റെ കുക്ഷിയിലാണ് A to Z കാര്യങ്ങൾ. അപ്പോൾ കുക്ഷിയിലുള്ളവനും ആത്മാവായിരിക്കുന്ന ഈ ഭഗവാനിൽ, ഭഗവാൻ വൈകുണ്ഠവാസൻ ആരാന്നാ പറഞ്ഞത്? ആത്മാവ്. ഇതറിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ ക്യൂ നിൽക്കുന്നത്? സഹോദരി സഹോദരന്മാരെ, നമുക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്കല്ല, എനിക്ക് പ്രശ്നമില്ല. അതായത് സമസ്തവും കുക്ഷിയിലുള്ളവനും ആത്മാവായും ഇരിക്കുന്ന ഈ ഭഗവാനിൽ ആകാശത്തെ എന്ന പോലെ ധീരന്മാർ ആത്മാവിനെ ഭേദമായിട്ട് കാണുന്നില്ല, ഭേദമായിട്ട് കാണാൻ പാടില്ല. യാതൊന്നിൽ ഏതു കാരണത്താൽ ദേവവേഷമുള്ള നിങ്ങളാൽ ദേഹഭേദം നിമിത്തമുണ്ടായ പേടി വിശേഷമായിട്ട് ഉദ്ഭവിക്കപ്പെട്ടു. ഇതാണ് എൻ്റെ വാക്കാർത്ഥം. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം പറയാം. സർവവും ഭഗവാന്റെ കുക്ഷിയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ വിചാരശീലന്മാരായ, വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്, വികാരശീലന്മാരാവരുത്. വിചാരശീലന്മാരായ പണ്ഡിതന്മാർ സർവാത്മാവായിരിക്കുന്ന ഭഗവാനിൽ, എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ഭഗവാനിൽ മഹാകാശത്തിൽ ഘടാശത്തെ എന്ന പോലെ ആത്മാവിനെ അഭേദമായിട്ട് കാണുന്നു, ഭേദഭാവനില്ലാണ്ട് കാണുന്നു. നിങ്ങളാകട്ടെ വേഷത്താൽ ദേവന്മാരായിരിക്കുന്നുവെങ്കിലും ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതാണ് ആത്മാവെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടല്ലയോ ദേഹഭേദം നിമിത്തമുണ്ടായ, അതായത് നിങ്ങളുടെ ദേഹവും ഞങ്ങളുടെ ദേഹവും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കൊള്ളരുതാത്തവരാണ് എന്നുള്ളത്. അങ്ങനെ നിമിത്തമുണ്ടായ ഭയം നിങ്ങളിൽ കാണപ്പെട്ടത് എന്ന് പറഞ്ഞു. 34 തദ്വാമമുഷ്യ പരമസ്യ വിഗുണ്ടബർധു കർത്തും പ്രകൃഷ്ടമിഹ ധീമഹി മന്ദധീഭ്യാം ലോകാനിതോ വ്രജതമന്തരഭാവദൃഷ്ട്യാ പാപീയ ശസ്ത്രയ ഇമേ രിപവോ അസ്യ യത്ര. അത് ഹേതുവായിട്ട് വൈകുണ്ഠത്തിൻ്റെ നാഥനും പരമോത്കൃഷ്ടനുമായ ഈ ഭഗവാന് ബുദ്ധി കുറഞ്ഞവരായ നിങ്ങളെക്കൊണ്ട് ഭദ്രത്തെ ജനിപ്പിക്കുവാൻ ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു ട്രെയിനിങ് ആവശ്യമാണ്. ഭേദഭാവദർശനം നിമിത്തം ഈ ലോകത്തിൽ നിന്ന് പാപബഹുലങ്ങളായ ലോകങ്ങളെ പ്രാപിക്കുവിൻ. യാതൊന്നിൽ ഇവന് ഈ 3 ശത്രുക്കൾ ഉണ്ടാകും. അതായത് നിങ്ങൾ 3 ജന്മം എടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനിയാണ് അതിൻ്റെ എന്താ പറയുക ഭാവാർത്ഥം വരുന്നത്. വൈകുണ്ഠനാഥനായ ഭഗവാന്റെ സർവാത്മഭാവത്തെ അറിയുവാൻ ബുദ്ധിയില്ലാത്തവരായ നിങ്ങൾ നിമിത്തം ഇവിടെ ഉണ്ടാവാനിടയുള്ള അഭദ്രത്തെ നീക്കി
മംഗളത്തെ ജനിപ്പിക്കുവാൻ മതിയായ കാര്യം ഞങ്ങളിപ്പോൾ ചെയ്യുവാൻ വിചാരിക്കുന്നു. ഭേദഭാവനയുള്ള നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പാപബഹുലങ്ങളായ ലോകങ്ങളിലേക്ക് പോകുവിൻ. ആലോചിക്കണം, കയ്യിൽ വന്ന ഒരു ചെറിയ ഒരു തെറ്റ്, പാപബഹുലങ്ങളായ ലോകങ്ങളിലേക്ക് പോകുവിൻ. അവിടെ ഭേദഭാവനയുള്ളവൻ്റെ ശത്രുക്കളായിട്ട് കാമം, ക്രോധം, ലോഭം എന്ന 3 വൃത്തികളുണ്ട്. ആ ശത്രുക്കളുടെ പീഡനിമിത്തം കാലാന്തരത്തിൽ നിങ്ങൾ ഭേദഭാവന കൊണ്ടുള്ള ദോഷത്തെ നന്നായി അറിഞ്ഞ് അതിൽ നിന്ന് മുക്തരാകും. അതായത് ഉഷ്ണം ഉഷ്ണേന ശാന്തയെ, നിങ്ങൾക്ക് വിവരമില്ലായ്മ കൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ തടഞ്ഞത്. അപ്പോൾ ആ വിവരക്കേട് നിങ്ങളുടെ പ്രവൃത്തിയിലുണ്ടായിട്ട് ഞങ്ങൾ ആരെ കാണാൻ വന്നോ അയാളെ കൊണ്ട് നിങ്ങളെ വധിച്ചിട്ട് നിങ്ങൾ ഈ ജോലിയിൽ വന്ന് ചേരും 3 ജന്മം കഴിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞത്. 35 തേഷാം വിദീരിതമുഭാവധാര്യ ഘോരം തം ബ്രഹ്മദണ്ഡം അനിവാരണമസ്ത്രപൂഗൈ സദ്യോ ഹരേരനുചരാവുരു ബിഭ്യതസ്ഥൽ പാദാഗ്രഹാവപദതാമതികാദരേണ. അവരുടെ ഭയങ്കരമായ ഭാഷിതത്തെ ഇപ്രകാരം 2 പേരും ധരിച്ചിട്ട് ബ്രാഹ്മണശാപമായി അതിനെ അസ്ത്രസമൂഹങ്ങളാൽ തടുത്തുകൂടാത്തതായിട്ടും അറിഞ്ഞിട്ട് ഉടനെ ഹരിഭൃത്യന്മാരായ 2 പേരും അധികം ഭയമുള്ളവരായി അധികം ദുഃഖത്തോടുകൂടെ അവരുടെ പാദത്തെ ഗ്രഹിക്കുന്നവരായിട്ട് പതിച്ചു. അതിൻ്റെ ഭാവാർത്ഥം, ആ മുനിമാരുടെ ഘോരമായ ഈ ഭാഷിതത്തെ കേട്ട് അസ്ത്രസമൂഹങ്ങൾ കൊണ്ടും തടുക്കാൻ സാധിക്കാത്തതായ ബ്രാഹ്മണശാപം നേരിട്ടുവല്ലോ എന്നാലോചിച്ച് അധികം ഭയപ്പെട്ട ഹരിഭൃത്യന്മാർ 2 പേരും മഹാഭയത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് മുനിമാരുടെ പാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്തു. 36 ശ്ലോകം കൂടിയും പറഞ്ഞു നിർത്താം. ഭൂയാദഗോനി ഭഗവത്ഭിരകാരിദണ്ഡോ യോനോ ഹരേത സുരഹേളനമപ്യശേഷം മാവോ അനുതാപകലയാം ഭഗവൽ സ്മൃതിഗ്നോ മോഹോ ഭവേദിഹതുനൗ വ്രജതോരധോധാം. കുറ്റമുള്ളവനിൽ ശിക്ഷ ഭഗവാന്മാരാൽ ചെയ്യപ്പെട്ടു. ഭവിക്കട്ടെ യാതൊന്ന് ഞങ്ങളുടെ ദേവന്മാരെക്കുറിച്ചുള്ള നിന്ദഭാവത്തെ സമസ്തമായിട്ട് ഹരിക്കും. നിങ്ങളുടെ പശ്ചാത്താപാംശത്താൽ ഈ ലോകത്തിൽ നിന്ന് കീഴ്ലോകങ്ങളിലേക്ക്, അതായത് ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്ന ഞങ്ങൾക്ക് ഭഗവത് സ്മൃതിയെ നശിപ്പിക്കുന്നതായ അജ്ഞാനം ഉണ്ടാകാതിരിക്കണം. ഭഗവത് സ്മൃതിക്ക് ഭംഗം ഉണ്ടാക്കുന്നതാണ് അജ്ഞാനം. അതുകൊണ്ടാണ് പറഞ്ഞത് അജ്ഞാനം ഉണ്ടാകാതിരിക്കണം. ഭഗവത് സ്മൃതിയെ നശിപ്പിക്കുന്നതായ അജ്ഞാനം. ജ്ഞാനം ഭഗവത് സ്മൃതി ഉണ്ടാക്കുന്നതാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഭഗവാന്മാരായ നിങ്ങൾ കുറ്റം ചെയ്തവനെ ശിക്ഷിച്ചു. അത് ഉചിതം തന്നെ. അതിനെ ഞങ്ങൾ സർവാത്മന അംഗീകരിക്കുന്നു. അത് ഞങ്ങൾക്ക് അനുഗ്രഹവുമാണ്. എന്തുകൊണ്ടെന്നാൽ ഇനിമേൽ ദേവന്മാരെ അപമാനിക്കുന്നതിനുള്ള വാസന ഞങ്ങൾക്ക് അല്പവും ഉണ്ടാകില്ലല്ലോ. ഞങ്ങളെ ശപിച്ചുവല്ലോ എന്നുള്ള ഖേദം നിങ്ങൾക്കുണ്ടായതിൻ്റെ ഫലമായിട്ട് ഭഗവത് സ്മരണത്തെ വിഘ്നപ്പെടുത്തുന്നതായ മഹാമോഹം ഞങ്ങളെ ബാധിക്കാതിരിക്കണമെന്ന് അനുഗ്രഹിക്കണം. ആര്? ഈ സനകാദികൾ. ഈ ലോകത്തിൽ നിന്ന് അധോലോകത്തിൽ ജനിച്ചാലും ഭഗവത് ഭാവന ഞങ്ങൾക്ക് ഉണ്ടായി വരണം എന്നാ. ഇതാണ് നമ്മൾ ഏത് ദുനിയാവിൽ പോയി ജനിച്ചാലും ഈശ്വരസ്മരണ ഉണ്ടാവാതേണ്ടിരിക്കരുത് എന്ന് പറഞ്ഞു. അവിടെ നിർത്താം.
അങ്ങനെ ഇരിക്കുന്ന ആ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും അവരവരുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഒരു സത്യം മാത്രം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ കർമ്മ പദ്ധതികൾ കുറേ കൂടി സുതാര്യമായിട്ട് ഈശ്വരനെ എന്താണ് പറയുക, ഈശ്വരനെ അഭിനന്ദിക്കാനും ഈശ്വരനെ സ്മരിക്കാതെയിരിക്കാനുള്ള സമയം ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കാൻ സാധിക്കണം. അതുമാത്രം മതിയോ? പോരാ. നമ്മുടെ ഓരോ ദിവസം 2 നേരത്തെ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കണം. എന്നാൽ എന്താ, ഒന്നിനൊന്നിനും പ്രത്യേകം പ്രാർത്ഥിക്കാതെ കൊണ്ട് നമുക്ക് കഴിയും. മനസ്സിലായില്ലേ? ഏവർക്കും ജഗദീശ്വര പ്രസാദമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നാളെ കാണാം. നമസ്കാരം.